വായ് എന്തിനിങ്ങനൊരു പടം? ആ ദൃശ്യത്തിന്റെ കൺസെപ്റ്റ് അതേപോലെ കോപ്പി അടിച്ചിട്ട് വേറെ രീതിയിൽ കുഴച്ച് വെച്ചേക്കുക ഈ പടം. പരിമള ആൻഡ് കോ. ജയറാമേട്ടനാണെങ്കിൽ ഇപ്പൊ ഈ എന്താ പറയാ നൊണേട്ടനോ എന്താണ്ടൊക്കെ പറഞ്ഞ ആളിന് ഇപ്പൊ ട്രോള് വന്നുകൊണ്ടിരിക്കുന്ന ടൈമും കൂടെ. അതായത് പുള്ളി ഏതോ ഇന്റർവ്യൂവിൽ തമിഴന്മാരുടെ ഇന്റർവ്യൂവിൽ പോയിട്ടിരുന്നിട്ട് നമ്മുടെ 2020 ലാസ്റ്റ് സീനിൽ വരാൻ പറ്റാതിരുന്നത് ദീപാവലിക്ക് വീട്ടിൽ പോയിരുന്നോണ്ടാണെന്നും നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത് വേറൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത് അത് വിഷുവിന് വരാതിരിക്കാൻ പറ്റാത്തോണ്ടാണെന്നും വേറൊരെണ്ണത്തിൽ പറഞ്ഞിരുന്നത് ശബരിമലയ്ക്ക് പോയിരുന്നോണ്ട് വരാൻ പറ്റാതിരുന്നോണ്ടാണെന്നൊക്കെ. പുള്ളി ഇതെന്താ ഉദ്ദേശിക്കുന്നത്? പുള്ളി പറയുന്നത് മറന്നു പോകുന്നതാണോ കൈന്നിട്ട് പറഞ്ഞ് മറന്നു പോകാനാണ് ചാൻസ്? അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല, വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പലയിടത്തും പറയുമ്പോൾ മറന്നു പോകാനാണ് ചാൻസ്. വാട്ട് എവർ, അത് വിടുക. ആളുടെ ജെന്യൂനിറ്റി അവിടെ നഷ്ടപ്പെട്ട് നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ആള് ട്രോള് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആളിനെ ഇപ്പോൾ നൊണേട്ടൻ, നൊണേഷേട്ടൻ അങ്ങനെയൊക്കെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ രാജസേനൻ, പുള്ളിയുടെ മോളുടെ കല്യാണത്തിന് എന്തോ ആള് പോയില്ലെന്നോ അല്ല വിളിച്ചില്ലെന്നോ, രാജസേനനെ പുള്ളിയുടെ മോളുടെ കല്യാണത്തിന് വിളിച്ചില്ലെന്ന് എന്താണ്ടൊക്കെ ഇവിടെ ഇപ്പോൾ നടക്കുന്നുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, അത് വിടുക. നമുക്കിനി സിനിമയിലോട്ട് വരാം. പരിമള ആൻഡ് കോ. ദൃശ്യം സിനിമയുടെ ഒരു വൃത്തികെട്ട വെർഷൻ. ബ്ലാസ്റ്റ് എടുത്ത് ഓക്കെ, അത് വേറൊരു സാധനം ആക്കി വെച്ചിട്ടുണ്ട്. അതിനും ദൃശ്യം സിനിമയുടെ ഒരു സാധനം വരുന്നുണ്ട്. അതായത് കുടുംബത്ത് കയറി പണിയുന്നവരെ പണിഞ്ഞിട്ട് നൈസായിട്ട് ഒതുക്കുന്ന ഒരു സാധനം. അതിൻ്റെ വേറൊരു വെർഷൻ കൊള്ളാം. ബ്ലാസ്റ്റ് കുഴപ്പമില്ല. ബട്ട് എനിക്കത്ര അങ്ങോട്ട് പിടിച്ചില്ല. ബ്ലാസ്റ്റ് ബെറ്റർ ആക്കായിരുന്നു. ഇന്റർവൽ ബ്ലോക്കും കാര്യങ്ങളൊക്കെ പഞ്ച് ഓക്കെയാണ്. ബട്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ റിവ്യൂ ഞാൻ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ അതുപോലെ പരിമള ആൻഡ് കോ വരുമ്പോഴത്തേക്കും എൻ്റെ എന്ത് ഫാടാ ഇത്. ചിലയിടത്തൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഇങ്ങനെ ക്രിഞ്ചടിച്ച് ഇങ്ങനെ ഇരിക്കും. ക്രിഞ്ചടി ആൻഡ് കോ അല്ലെങ്കിൽ പരിമള ആൻഡ് ക്രിഞ്ചടി എന്നൊക്കെ വല്ല ഇടേണ്ട പടമായിരുന്നു, പേരും ഇടേണ്ട പടമായിരുന്നത്. ഞാനിത് ഫസ്റ്റ് ഡേ നൈറ്റ് ഷോ എങ്ങാണ്ട് പോയി കണ്ടതാണ് കേട്ടോ. എനിക്കിത് സിനിമ റിവ്യൂ ചെയ്യണ്ടെന്ന് തന്നെയായിരുന്നു. കാര്യം എനിക്ക് അങ്ങനെ കൂറപ്പടം കണ്ടിട്ട് അതിൻ്റെ വിഷമത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെ ഒരു ഇമോഷൻ എനിക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു അത് പറയണം. ഒരുപാട് പേര് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് പരിമളം ഷോർ റിവ്യൂ ഒക്കെ വരുന്നുണ്ട്. ബട്ട് എനിക്കത് പറയണം. ഈ സിനിമയുടെ അവസാനം കൊണ്ട് നിർത്തിയിരിക്കുന്നത് അതിനേക്കാളും കോമഡിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടം എന്താ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്ന പോലെ ഒരു ത്രെഡും കൂടെ ഇട്ടിട്ടുണ്ട്. എന്തിന് എടാ, എന്ത് കിടിലിനാക്കായിരുന്നടാ ഈ കൺസെപ്റ്റ്. ആ കൺസെപ്റ്റ് എനിക്ക് കിടിലിനാക്കാനൊന്നുമില്ല. പക്ഷേ ഇതിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ചെയ്ത് നല്ലൊരു സിനിമ ആക്കായിരുന്നു. നല്ല കാസ്റ്റിംഗ് ആണ്, നല്ല അഭിനയിക്കുന്നവരാണ്. അതിനകത്ത് ഇയാളുടെ മക്കളായിട്ട് അഭിനയിച്ചിരിക്കുന്ന 2 പെണ്ണുങ്ങളുണ്ട്. അവരടിപൊളി. ആ ആ 2 എന്താ പറയുക ഗേൾസ് പൊളി. ആക്ട്രസ് അവർ കിണ്ണം കാച്ചി അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിക്കാരിയുടെ വേറൊരു സാധനം ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, ഈ മൂത്ത മോളായിട്ട് അഭിനയിച്ച പുള്ളിക്കാരിയുടെ മറ്റേ ഇത് വദന്തി. നിങ്ങൾ ആമസോണിൽ പോയി നോക്കിയാൽ കാണാം, എസ് ജെ സൂര്യയുടെ വദന്തി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എടാ, ഈ പുള്ളിക്കാരിയാണ് ഇത് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം നല്ല രണ്ട് ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. പുള്ളിക്കാരി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് പുള്ളിക്കാരി ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ആക്ട്രസ്സാണ് അവർ. പിന്നെ അനിയത്തിയും കൊള്ളാം. 2 പെണ്ണുങ്ങളിലെ അനിയത്തിയും കൊള്ളാം. സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അവർ. അവരുടെ ആക്ടിങ് പൊളി. പിന്നെ ഞാൻ വേറെ പറയുന്നുണ്ടെന്ന് തോന്നരുത്, വിഷമമാവുമെങ്കിൽ അത് വച്ചിരിക്കുക, എനിക്കൊന്നും പറയാനില്ല. ഉർവശിയുടെ ചില സമയത്തുള്ള മാനറിസംസ് അത് വളരെ ശോകമായിരുന്നു. ഉർവശി ആ ഇട്ട സാധനം, ഈ ജയറാം ചില സാധനങ്ങൾ ഇടുമല്ലോ, പഴയ സാധനങ്ങൾ എന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുകൊണ്ടിരിക്കുമല്ലോ, അതിപ്പോഴത്തെ കറണ്ട് നമ്മുടെ ഈ ഒരു ഇതിൽ അത് ക്രിഞ്ചാണ്. അതുപോലെ ക്രിഞ്ചടി നമ്മുടെ ഉർവശിക്ക് ഉണ്ട്. ഉർവശിയൊക്കെ കിടിലനായിട്ട് അഭിനയിക്കും, വേറെ രീതിയിൽ അഭിനയിക്കും. ഇത് ഒരു ഉർവശിയുടെ അടുത്ത് മനഃപൂർവ്വം പറയിപ്പിച്ച് ചെയ്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇവർ രണ്ടുപേരും, ഈ ഉർവശിയും ജയറാമിനെയും കിട്ടിയിട്ട് ഇവർ ചെയ്തു വെച്ചിരിക്കുന്ന സാധനം ഇതാ. മലയാളത്തിൽ ഇവർക്ക് അവസരങ്ങൾ കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. ഇവരിപ്പോൾ തമിഴിൽ പോയിട്ടൊക്കെ അഭിനയിക്കുന്നു. ഉർവശിക്ക് ഇപ്പോൾ ഒരുപാട് സിനിമയായി തമിഴിൽ. ജയറാം ഒരുപാട് സിനിമയായി ഇപ്പോൾ തമിഴിലും തെലുങ്കിലൊക്കെ ആയിട്ട്. ഇവിടെ കഴിവുള്ള ഡയറക്ടേഴ്സ് ഉണ്ട്, കഴിവുള്ള ആൾക്കാരുണ്ട്. അവരോടൊക്കെ അപ്രോച്ച് ചെയ്ത് നല്ല നല്ല കാസ്റ്റിംഗ് കിട്ടത്തില്ലേ? പിന്നെന്തിന് ഇവർ അവിടെ പോയി ഇങ്ങനെ വ്യാളിപ്പടങ്ങളിലൊക്കെ അഭിനയിക്കുന്നത്? എനിക്ക് എൻ്റെ വിഷമം പറയാം കേട്ടോ ഞാൻ. എന്തിന്? വൈ? ഇവിടെ എന്തുമാത്രം കിടിലൻ പടങ്ങൾ ഇപ്പോൾ മലയാളം മൂവീസിൽ വരുന്നുണ്ട്, തമിഴിലും വരുന്നുണ്ട്. സീരീസൊക്കെ കിടിലൻ സീരീസ് വരുന്നുണ്ട് തമിഴിൽ. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. എൻ്റെ പേരെനിക്ക് ഓർമ്മ വരുന്നില്ല. ഉഫ്. ഡോക്ടറോ ലവോ എന്തോ ഒരു സാധനമാണത്. അതിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീരിയൽ ടൈപ്പാണ്. ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു പ്രായപൂർത്തിയാകാതെ ഒരു ഡോക്ടറിന് പ്രായപൂർത്തിയാകാതെ ഒരു പുള്ളിക്കാരിക്ക് വേറൊരു പുള്ളിക്കാരിൽ ഇവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു കുട്ടി ഉണ്ടാവുന്നു. ആ കുട്ടിയെ ഉപേക്ഷിക്കുന്നു. എന്നിട്ട് ആ കുട്ടി വളർന്ന് വലുതായിട്ട് തിരിച്ച് അച്ഛനെയും അമ്മയും കാണാൻ വരുന്നു. ഡോക്ടർമാരുടെ ഇടയിൽ ഹോസ്പിറ്റലിന്റെ ഇടയിൽ നടക്കുന്ന ഒരു സാധനമാണ്. എൻ്റെ മോനെ അതിനകത്തൊക്കെ ഉണ്ടല്ലോ. ഈ കാർത്തിക് കുമാർ എന്നെങ്ങാണ്ട് പറഞ്ഞൊരു നടനാ അതിനകത്ത് ഇവളുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത്. ഈ ലാസ്റ്റ് പോർഷനിലൊക്കെ പുള്ളിയുടെയൊക്കെ ഒരു അഭിനയമുണ്ട്. ആ ലാസ്റ്റ് പോർഷനിലൊക്കെ ലാസ്റ്റ് ഇപ്പൊ എൻഡിങ് ആയി. സെക്കൻഡ് സീസൺ ഇറങ്ങി എൻഡിങ് ആയി. 100 എപ്പിസോഡ് എങ്ങാണ്ട് ഉണ്ട് കേട്ടോ ഇത്. ഞാൻ കണ്ടു. ഞാൻ സൂപ്പർ സൂപ്പർ സാധനം അത്. അതിന്റെ ലവ് ലവ് എന്തോ ഒരു സാധനം ഡോക്ടറോ എന്തോ ഒരു പേര് ഞാൻ മറന്നുപോയി. ആ സാധനത്തിൽ ലാസ്റ്റ് ഒരു സിംഗിൾ ഷോട്ട് ഉണ്ട്. പുള്ളി ഇത് ഒരു സംഭവം റിവീലായി പുള്ളി അറിഞ്ഞിട്ട് പുള്ളി വന്ന് പറയുന്ന ഒരു ഇമോഷൻ കാണിക്കുന്ന ഒരു സീനുണ്ട്. അത് സിംഗിൾ ഷോട്ടാന്ന് നമുക്ക് ആദ്യം മനസ്സിലാവത്തില്ല. സിംഗിൾ ഷോട്ടിൽ ആ സാധനം എടുത്ത് ഒരു റൂമിനകത്ത് വന്ന് റൊട്ടേറ്റ് ചെയ്ത് എല്ലായിടത്തും ആ ഡയലോഗ് പറഞ്ഞുകൊണ്ട് തന്നെ പുള്ളി പോകുന്നൊരു സാധനമുണ്ട്. എടാ എന്ത് എന്ത് സംഭവമാടാ ചെയ്ത് വെച്ചേക്കുന്നത് അതൊക്കെ. സിമ്പിളാണ്. ഞാൻ പറയുന്നത് വലിയ എക്യുപ്മെന്റ്സോ വലിയ ലൈറ്റിങ്ങോ വലിയതൊന്നുമില്ല. സിമ്പിൾ കാസ്റ്റ്, സിമ്പിൾ ആൾക്കാർ. പക്ഷെ ചെയ്തു വെച്ചിരിക്കുന്ന രീതി അതൊരു ഡെഡിക്കേഷനാണ്. അത് വൃത്തിയാണ് വൃത്തി. ഇവിടെ വൃത്തിയില്ല. ചെയ്തു വെച്ചിരിക്കുന്ന രീതിക്ക് വൃത്തിയില്ല. ചുമ്മാ ചവറ് പോലെ കുറേ അങ്ങ് കാണിച്ചു വെച്ചേക്കുക. നമ്മുടെ ബാലൻ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ ലാസ്റ്റ് വീക്കെൻഡ് ഇറങ്ങിയ ബാലൻ എന്ത് പാടാ ബാലൻ, എന്ത് സാധനമാ അത്. ചിദംബരത്തിൻ്റെയൊക്കെ കഴിവുണ്ടല്ലോ. ഓഹ്, ഞാൻ പറഞ്ഞ എക്സ്ട്രാ ഓർഡിനറി എന്നൊന്നുമല്ല. ആ ഒരു വൃത്തിക്ക് എടുക്കാൻ അറിയാം അവർക്ക്. ചിദംബരത്തിന് എന്താ ഈ വലിയ നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സ് പോലെ വലിയ കളക്ഷൻ കിട്ടിയ പടമൊക്കെ എടുത്തിട്ട് ആളെന്താ പിന്നെയും പോയിട്ട് വലിയ പടം എടുത്തുകൂടി. ഈ ആവേശം ചെയ്ത ജിത്തു മാധവൻ എന്തിനാ ഇങ്ങനെ ഒരു കഥ എഴുതിയെന്ന് നമുക്ക് തോന്നൂലേ. അല്ല, അവർക്കറിയാം അവർക്ക് ക്വാളിറ്റിയാണ് വേണ്ടത്. എടോ ഞാൻ പറയുന്നത് ഒരു സിമ്പിൾ കൺസെപ്റ്റിനെ അത് എടുക്കുന്ന രീതി, സിനിമാറ്റോഗ്രാഫി, അതിൻ്റെ രീതിയിലാണ് വ്യത്യാസം വരുന്നത്. നമുക്ക് പഴയ വീഞ്ഞ് തന്നെ കൊടുക്കാം, പക്ഷെ പുതിയതായിട്ട് അവതരിപ്പിക്കാൻ പഠിക്കണം. അതാണ് പഠിക്കേണ്ടത്. അവതരിപ്പിക്കാൻ പഠിക്കുക. ഞാൻ ആരെയും ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ഒരു വാപ്പയാവാൻ വന്നതല്ല. എനിവേസ് എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്. ഇവിടെ വാരിക്കൂട്ടിയിട്ട് കത്തിച്ച പോലൊരു അവസ്ഥയാണ് ഈ പരിമള ആൻഡ് കോ. വളരെ ശോകം. അത് എന്താ പറയുക, ഇതൊക്കെ ഒരു ഷോർട്ട് ഫിലിം എടുക്കേണ്ട സാധനമേ ഉള്ളൂ. എന്നിട്ട് യൂട്യൂബിൽ കൊണ്ടിടുക. ഇതൊക്കെ സിനിമ എടുത്ത് ഇതാകല്ലേ. ഇതിനൊന്നും അല്ല ആൾക്കാർ കാശ് കൊടുത്ത് കയറുന്നത്. ഇതൊന്നും കാണാനല്ല. നല്ല കലാസൃഷ്ടികളെ കാണാനാണ്, എൻജോയ് ചെയ്യാനാണ്, വിരുന്ന് വെറുക്കാനല്ല. അതുകൊണ്ട് നല്ല നല്ല പടങ്ങൾ എടുക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ. ഹൈലി ഡിസപ്പോയിൻറ്റഡ് ആണ് ഈ പടം, പരിമള ആൻഡ് കോ. ശോകപ്പടം, ഊച്ചാളി പടം, ഒന്നും പറയാനില്ല. ബൈ, അത്രേ ഉള്ളൂ.